കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് പോർലേൽപ്പിക്കാൻ കഴിയാവുന്നത്ര വർഗീയ ശക്തികളെയെല്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു. സംഘപരിവാറാണ് എല്ലാ കാലത്തും ന്യൂനപക്ഷ വേട്ടയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. തുടരെ സംഭവങ്ങൾ, നിരവധി കലാപങ്ങൾ. ഇപ്പോ എന്താണ് സംഭവിക്കുന്നത്? ഇത്തരം വേട്ടകൾ നടത്തുന്നവർ സംരക്ഷിക്കപ്പെടുന്നു. അവർക്കെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്നു. കാരണം സംഘപരിവാറിനത് വേണം, അത് തുടരണം. അതിനാവശ്യമായ പിന്തുണ ഇവർ നൽകുകയാണ്. എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത്, അനേകം കൊലപാതകങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു. എവിടം വരെ എത്തുന്നു? അത് പാവപ്പെട്ടവരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. സുപ്രീം കോടതിക്ക് പോലും ഇടപെടേണ്ടി വരുന്നു. സുപ്രീം കോടതി ഇടപെട്ടിട്ടും അത് ആവർത്തിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങൾ സംഘപരിവാർ അഴിഞ്ഞാടുന്നു. നിയന്ത്രിക്കേണ്ട ഗവൺമെന്റ് പൂർണ്ണമായും നിസ്സഹകരണത്തിൽ ഈ കലാപങ്ങൾ നടത്തുന്നവരുടെ സംരക്ഷകരായി മാറുന്നു. ഇതല്ലേ രാജ്യത്താകെ കാണുന്നത്? എല്ലാ വിഭാഗം ന്യൂനപക്ഷങ്ങളും വേട്ടയാടപ്പെടുകയാണ്. മണിപ്പൂർ ഇപ്പോഴും കത്തുക. നമ്മുടെ രാജ്യത്തിലെ പ്രബലമായ രണ്ട് ന്യൂനപക്ഷമാണ് മുസ്ലിമും ക്രിസ്ത്യാനിയും. ഈ രണ്ട് വിഭാഗത്തിന് നേരെയും ആക്രമണങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം ലോകമാകെ പടർത്തിക്കൊണ്ട് ക്രിസ്മസ് ആചരണം നടന്നല്ലോ. നമ്മുടെ രാജ്യത്തിലെ ചിലയിടങ്ങളിലെ ക്രിസ്ത്യാനികൾക്ക് അനുഭവിക്കേണ്ടി വന്നത് വലിയ ദുരനുഭവമാണ്. ഒരു കൂട്ടരെ മരത്തിൽ പിടിച്ചു കെട്ടി തല്ലിയ വാർത്ത വന്നിട്ടുണ്ട്. സംഘപരിവാറുകാർ നമ്മുടെ തൊട്ടുകിടക്കുന്ന കർണാടകയിൽ വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ആക്രമണങ്ങൾ, എല്ലാ ന്യൂനപക്ഷങ്ങളെയും വേട്ടയാടുന്ന അവസ്ഥയാണ്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അവരത് മറച്ചു വെക്കുന്നില്ല. വിവിധ തരത്തിലുള്ള സംഘർഷത്തിൻ്റെ വഴി തേടി പോവുകയാണ്. ഇപ്പോൾ രാജ്യത്ത് ഒട്ടേറെ ആരാധനാലയങ്ങളുണ്ട്. എല്ലാ വിഭാഗങ്ങളും സാധാരണഗതിയിൽ ആരാധിക്കുന്നവരാണ് അവരവരുടേതായ വഴിയിൽ. മഹാഭൂരിഭാഗം പേരും
നമ്മുടെ രാജ്യത്ത് വിശ്വാസികളാണ്. അവരുടേതായ ആരാധനാ രീതികളുണ്ട്. സംഘപരിവാറിന് മറ്റ് മതങ്ങളോടും മതസ്ഥരോടും വല്ലാത്തൊരു അസഹിഷ്ണുത വളർന്നു വരുന്നു. അത് വിരോധത്തിലേക്ക് നയിക്കുന്നു, അന്യമത വിരോധത്തിലേക്ക് നയിക്കുന്നു. ഇപ്പോ ആരാധനാലയങ്ങളെ പല രീതിയിൽ കൈവശപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നു. വലിയ സംഘർഷത്തിന് വഴിവെക്കുന്ന രീതി. നേരത്തെ ബാബറി മസ്ജിദിന്റെ പ്രശ്നമുണ്ടായതാണ്. ഇപ്പോ കാശിയും മധുരയും മറ്റ് സ്ഥലങ്ങളുമെല്ലാം ആ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഉയരുന്നു. നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ തന്നെ അങ്ങേയറ്റം പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുന്നു. ഇത്തരത്തിലുള്ള കലാപം സൃഷ്ടിക്കുന്നതിനാവശ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. നമ്മുടെ രാജ്യത്ത് 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ എന്തായിരുന്നു ആരാധനാലയങ്ങളുടെ സ്ഥിതി? അതിലൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. ആ മാറ്റത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ വന്നാൽ അതിൽ ഇടപെടാൻ പാടില്ല എന്ന നിയമം അംഗീകരിച്ച രാജ്യമാണിത്. സുപ്രീം കോടതി അടക്കം വ്യക്തമാക്കിയതുമാണത്. പക്ഷേ കലാപം വേണ്ടവർ, സംഘർഷം വേണ്ടവർ ആ കലാപവും സംഘർഷവും ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണിത്? അതാണ് നാം ചോദിക്കേണ്ടത്. എന്തിനാണ് വർഗീയ സംഘർഷം? എന്തിനാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾ തമ്മിൽ കടുത്ത വിരോധവും ശത്രുതയും കലാപവും ലഹളയും അതിൻ്റെ ഭാഗമായുള്ള മറ്റ് കാര്യങ്ങളും ഉണ്ടാകണമെന്ന് ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നത്? ഈ രാജ്യത്തിൻ്റെ അവസ്ഥയാണ്